വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വീണ വിജയനെ 29-ാം തീയതി ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന് 2 ദിവസം മുമ്പേ 25-ാം തീയതി തന്നെ വീണ വിജയനെ അവർ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് പറഞ്ഞു വിട്ടു. രാത്രി 7:30-8 മണി വരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം അവരെ പറഞ്ഞ ശേഷം അവരെ അറസ്റ്റ് ചെയ്തെന്നെല്ലാവരും കരുതിയിരുന്നത്. അത് അറസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അന്വേഷണം മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം വീണ വിജയനെ ചോദ്യം ചെയ്തതിന് തൊട്ട് മുമ്പ് കർത്തായുടെ ഭാര്യയും മകളെയും മകനെയും ചോദ്യം ചെയ്തിരുന്നു. ഇനി കർത്തായുടെ ഊഴമാണ്. അതുകൊണ്ട് CMRൻ്റെ MD ശശിധരൻ കർത്തയെ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് ED ചോദ്യം ചെയ്തു. അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. ഇനി ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയും വീണ വിജയൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യവും കോൺട്രഡിക്ഷൻസ് ED കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര ദിവസം നിരന്തരമായിട്ട് ED വീണ വിജയനെ ചോദ്യം ചെയ്ത ശേഷം കർത്തായെ ചോദ്യം ചെയ്ത്. കർത്തായ്ക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. എത്രായിരം കോടി രൂപയുടെ കരിമണൽ കടത്തിയെന്നും എത്രായിരം രൂപയുടെ വരുമാനം വന്നെന്നും അത് ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ അതിനൊക്കെ റെക്കോർഡുകളെല്ലാം EDയുടെ കൈവശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ചെയ്യൽ അധികം കള്ളമൊന്നും ശശിധരൻ കർത്തായ്ക്കും പറയാൻ കഴിയില്ല. ഉള്ള കാര്യങ്ങൾ അവിടുന്ന് കരിമണൽ എത്ര ടണ്ണ് കടത്തിയെന്നും അതിനെത്ര രൂപ കിട്ടിയെന്നും ആ പണം ആർക്കൊക്കെ കൊടുത്തു എന്നും അതുകൂടാതെ താൻ ആ പണം എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുവെന്നും അതും വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. വരുമാനം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം എങ്ങോട്ട് പോയി എന്ന് പറയാൻ ശശിധരൻ കർത്ത ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ ഇത്രായിരം കോടി വന്നപ്പം കുറേ പണം വിദേശത്തോട്ട് പോയിട്ടുണ്ടാവും. ആ വിദേശത്ത് പോയ പണത്തിൻ്റെ ആർക്കൊക്കെ അവിടെ പണം കൊടുത്തു, അല്ലെങ്കിൽ ഇവിടുന്ന് അയച്ച വിദേശത്തേക്ക് കൺവേർട്ട് ചെയ്ത് അയച്ച പണം അത് ആരുടെ അക്കൗണ്ടിലാണ്, വിദേശത്ത് എവിടെയൊക്കെ ചെന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ചെന്ന പണം തിരിച്ചവിടുന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ശശിധരൻ കർത്തായുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് EDക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ പ്രസക്തമായ ചോദ്യം, അത് വീണ വിജയനെ ലഭിച്ച പണം അത് എന്തിനു വേണ്ടിയിട്ടാണ് പണം കൊടുത്തത്? അത് വെറുതെ കൊടുത്ത് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അതിനകത്തൊരു ഒഫൻസീവ് ഇല്ല എന്നും ഞാൻ പറയുന്നുണ്ട്. ആ പണം അവരെന്ത് ചെയ്തു എന്നുള്ള അടുത്ത ചോദ്യം. ആ പണം എങ്ങോട്ട് പോയി എന്ന് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. അത് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അവരുടെ ചോദ്യത്തിന് അവർ ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു കുറ്റവാളി, ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, കുറ്റവാളി അയാൾ കുറ്റക്കാരനാണ് എന്ന് അയാൾ കുറ്റസമ്മതത്തിൻ്റെ ആവശ്യമില്ല. അതിനുള്ള തെളിവ് അയാൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം അന്വേഷണ ഏജൻസികൾ, പോലീസ് ആയാലും ശരി, ED ആയാലും ശരി, CBI ആയാലും ശരി, അവരാണ് ആ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കേണ്ടതും അതിനുള്ള തെളിവുകൾ അവരാണ് ശേഖരിക്കേണ്ടതും അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതും. അതാണ് ഇന്ത്യൻ നിയമം. അതുകൊണ്ട് വീണ വിജയൻ ആൻസർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പാകപ്പഴേ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സൗകര്യമുള്ളതിന് ആൻസർ കൊടുക്കും. അവർക്ക് യുക്തമെന്ന് തോന്നുന്നതും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആൻസർ മാത്രം കൊടുക്കും. ബാക്കി തനിക്കറിയില്ല എന്ന് തന്നെ പറയും. അത് ചിലപ്പം തൻ്റെ സ്റ്റാഫിന് അറിയാം. അങ്ങനെയാണ് അവർ മൊഴി കൊടുക്കുന്നത്. അതുകൊണ്ട് അടുത്ത റൗണ്ടിൽ വീണ്ടും വീണ വിജയനെ ഇപ്പോഴത്തെ CMRൻ്റെ MD പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് ചോദ്യം ചെയ്യും. അതേസമയത്ത് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം 2,78,00,000 രൂപ തൻ്റെ അക്കൗണ്ടിൽ വന്നതിനെപ്പറ്റി മാത്രമേ അവർക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 100 കണക്കിന് ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപ കർത്ത കൊടുത്തതായിട്ട് ഉള്ള രേഖകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടി വിപുലമായിട്ട് മുന്നോട്ട് പോകും. അതിന് സമയമെടുക്കും. അത്ര പെട്ടെന്ന് നടക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അങ്ങനെ ഒരു നടപടിയിലേക്ക് ഈ ED പോകുമെന്ന് ഞാനിപ്പം കരുതുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അന്വേഷണം തീരാറാകുന്ന സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ വരൂ എന്നാണ് ഞാനും കരുതുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. കർത്താവ് പറഞ്ഞ ചില കാര്യത്തിന് വിശദീകരണം അവർ കൊടുക്കേണ്ടി വരും.